പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷം പുകയുന്ന സാഹചര്യത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വധിക്കുന്നവർക്ക് $10 ദശലക്ഷം പാരിതോഷികം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇറാഖിലെ സായുധ സംഘം. ഇസ്ലാമിക് റെസിസ്റ്റന്റ് ഇൻ ഇറാഖ് എന്ന സംഘടനയാണ് വ്യാഴാഴ്ച ഇത്തരമൊരു ഭീഷണി മുഴക്കിയത്. ഈ വാർത്ത ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ IRNA-യും റഷ്യൻ മാധ്യമമായ RT-യും റിപ്പോർട്ട് ചെയ്തു. ISIS-നെതിരായ പോരാട്ടത്തിൽ കൊല്ലപ്പെട്ട കമാൻഡർമാരെക്കുറിച്ചും ട്രംപ് നടത്തിയ അപകീർത്തികരവും കുറ്റകരവുമായ പ്രസ്താവനകളാണ് ഈ കടുത്ത തീരുമാനത്തിലേക്ക് സംഘടനയെ നയിച്ചതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. തങ്ങളുടെ നേതാക്കളെ അപമാനിച്ചതിനെതിരെയാണ് ഇത്തരമൊരു പ്രതികാര നടപടിയെന്ന് അവർ അവകാശപ്പെടുന്നു. എന്നാൽ ഈ ഭീഷണി ഔദ്യോഗികമായി അമേരിക്ക ഇതുവരെയും സ്ഥിരീകരിച്ചിട്ടില്ല. ഈ പാരിതോഷികം എങ്ങനെ കൈമാറുമെന്നോ ഇതിന്റെ പ്രവർത്തന രീതി എന്താണെന്നോ ഉള്ള വിവരങ്ങൾ ഇതുവരെയും ലഭ്യമായിട്ടില്ല. അമേരിക്കയും ഇറാനും സഖ്യകക്ഷികളും തമ്മിലുള്ള ശത്രുത മൂർച്ഛിക്കുന്ന സാഹചര്യത്തിലാണ് ഈ പ്രഖ്യാപനം എന്നതും ശ്രദ്ധേയമാണ്. അമേരിക്കൻ പ്രസിഡന്റിനെതിരായ ഭീഷണിയെ ചൊല്ലി അമേരിക്കൻ രാഷ്ട്രീയ വൃത്തങ്ങളിലും വലിയ ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞു. റഷ്യൻ മാധ്യമങ്ങൾ ഇത്തരമൊരു ഭീഷണിക്ക് പ്രചാരം നൽകുന്നതിനെതിരെ ചില അമേരിക്കൻ ആക്ടിവിസ്റ്റുകൾ ഉൾപ്പെടെ രംഗത്തെത്തിയിരുന്നു. അതേസമയം വൈറ്റ് ഹൗസോ അമേരിക്കൻ അധികൃതരോ ഇതുവരെ ഈ വിഷയത്തിൽ ഔദ്യോഗിക പ്രതികരണം നൽകിയിട്ടില്ല. അതേസമയം ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ കൊലപ്പെടുത്തുമെന്നുള്ള വാചകങ്ങളുള്ള ഒരു കൂറ്റൻ ബോർഡും ബിൽ ബോർഡ് പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട്. ട്രംപ് ശവപ്പെട്ടിയിൽ കിടക്കുന്ന ചിത്രമടക്കം ഉൾപ്പെടുത്തിയാണ് ബിൽ ബോർഡ് സ്ഥാപിച്ചത്. ടെഹ്റാനിലെ ഇൻകിലാബ് സ്ക്വയറിലാണ് ബിൽ ബോർഡ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ഞങ്ങൾ ട്രംപിനെ കൊലപ്പെടുത്തും എന്ന വാചകത്തോടു കൂടിയ ബിൽ ബോർഡിൽ കോട്ടും സൂട്ടും ധരിച്ചു കിടക്കുന്ന ട്രംപിന്റെ ചിത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒരു ഇടവേളയ്ക്ക് ശേഷം US ഇറാൻ സംഘർഷം ശക്തമായതിനു പിന്നാലെയാണ് പ്രകോപനപരമായ ബിൽ ബോർഡ് ടെഹ്റാനിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. കണ്ണും വായും അടച്ചു കിടക്കുന്ന നിലയിലാണ് ബിൽ ബോർഡിൽ ട്രംപിന്റെ ചിത്രം. തലമുടി ചീകാത്ത നിലയിലും കൈകൾ നെഞ്ചോട് ചേർത്ത് വെച്ചിരിക്കുന്ന നിലയിലുമാണ് ട്രംപ് ചിത്രത്തിലുള്ളത്. ഞങ്ങൾ ട്രംപിനെ കൊലപ്പെടുത്തുമെന്ന വാചകം ഇംഗ്ലീഷ്, പേർഷ്യൻ ഭാഷകളിൽ എഴുതിയിട്ടുമുണ്ട്. മിനാബിലെ കുട്ടികളുടെ ഓർമ്മയ്ക്ക് എന്നും ബിൽ ബോർഡിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇറാനെതിരായ ആക്രമണം US സൈന്യം ഘടിപ്പിച്ചതിന് പിന്നാലെയാണ് ട്രംപിനെ കൊലപ്പെടുത്തുമെന്ന ഭീഷണി മുഴക്കിയുള്ള ബിൽ ബോർഡ് പ്രത്യക്ഷപ്പെട്ടത്. ഇരു രാജ്യങ്ങൾക്കുമിടയിലെ വെടിനിർത്തൽ കരാർ തകർന്നതിനു പിന്നാലെ ഉണ്ടായ ആക്രമണം തുടർച്ചയായ 6ാം ദിവസത്തിലേക്കും കടന്നു. ഹോർമോസ് കടലിടുക്കിനെ ഇറാന്റെ സൈനിക നിയന്ത്രണത്തിൽ നിന്നും പൂർണ്ണമായും മോചിപ്പിച്ച് അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തിന് തുറന്നുകൊടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് US-ന്റെ നീക്കം. ഹോർമോസിനെ സംരക്ഷിക്കാൻ ഇറാൻ ഉപയോഗിക്കുന്ന കമാൻഡ് സെന്ററുകൾ, വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, മിസൈൽ, ഡ്രോൺ കേന്ദ്രങ്ങൾ, തീരനിരീക്ഷണ സംവിധാനങ്ങൾ എന്നിവ ലക്ഷ്യം വെക്കുമെന്നും US സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കി. യുദ്ധം എപ്പോൾ അവസാനിക്കുമെന്ന കാര്യം പറയാനാവില്ല എന്നാണ് ട്രംപിന്റെ വക പ്രതികരണം. ചർച്ചകളിലേക്ക് ഇറാൻ മടങ്ങിയില്ലെങ്കിൽ വൈദ്യുത നിലയങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും ആക്രമിക്കുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. ഇറാൻ ഒത്തുതീർപ്പ് ആഗ്രഹിക്കുന്നുണ്ട് എന്ന് ട്രംപ് അവകാശപ്പെടുന്നുണ്ട് എങ്കിലും ഈ സമയത്താണ് ട്രംപിനെതിരെയായ കൊലവിളി ഇറാൻ മുഴക്കുന്നത്.